തിരുവോണപ്പുലരിയിൽ അണിയിച്ചൊരുക്കുന്ന തിരുമുറ്റത്തേക്കുള്ള തൃക്കാക്കരയപ്പനുകളുടെ നിർമ്മാണവും വിൽപ്പനയും കുംഭാര സമുദായാംഗങ്ങളുടെ നേതൃത്വത്തിൽ കൊടകരയിൽ സജീവമാണ്. കുംഭാര കോളനിയിൽ കളിമൺ പാത്ര നിർമ്മാണം നടത്തുന്നവർ ഇപ്പോൾ വളരെ കുറവാണെങ്കിലും ഓണത്തോടനുബന്ധിച്ച് ഇവിടുത്തെ 30ഓളം കുടുംബക്കാർ ഈ രംഗത്ത് സജീവമാണ്. ഏകദേശം 2 മാസം മുൻപേ ഓണവിപണിയിലേക്കുള്ള കളിമൺ രൂപങ്ങളുടെ പണികൾ തുടങ്ങിയിരുന്നു. ഒരു ചാൺ ഉയരം മുതൽ 3 അടി വരെ ഉയരമുള്ള തൃക്കാക്കരയപ്പനുകളുണ്ട്. 10 രൂപ മുതൽ 100 രൂപ വരെ വിലയിലാണ് വിൽപ്പന നടക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം കളിമൺ പാത്ര നിർമ്മാണം നിർത്തി കൂലിപ്പണിക്ക് പോകുന്ന സമുദായ സ്ത്രീകളാണ് ഓണക്കാലത്ത് ഇവയുടെ നിർമ്മാണവും വിൽപ്പനയും നടത്തുന്നത്. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ജൈവബന്ധം നിലനിർത്തുന്ന ജ്യാമിതീയ രൂപങ്ങൾ വാമനന്റെ പ്രതീകമാണെന്നാണ് സങ്കല്പം. നന്ദിക്കരയിലെ ഓട്ടു കമ്പനിയിൽ നിന്നും കളിമണ്ണ് വാങ്ങിക്കൊണ്ടുവന്നാണ് പണി ചെയ്യുന്നത്. ഒരു കട്ട മണ്ണിൽ ചെറിയ തൃക്കാക്കരയപ്പൻ 5 എണ്ണം നിർമ്മിക്കാനാകും. കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച് ഇവയിൽ നിറം പൂശിയാണ് അവയെ മനോഹരമാക്കുന്നത്. പണ്ടൊക്കെ ഓട് പൊടിച്ചും ഇഷ്ടിക പൊടിച്ചുമാണ് കളർ ഉണ്ടാക്കിയിരുന്നത്. ഇന്ന് 1 കിലോ ചായം 125 രൂപ നൽകിയാണ് കടയിൽ നിന്നും വാങ്ങുന്നത്. ഓണമെടുത്തതോടെ കോളനിയിലെ കൂടുതൽ സ്ത്രീകളും ഈ രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അത്തം കഴിഞ്ഞതോടെ തൃക്കാക്കരയപ്പന്റെ വിൽപ്പന വർദ്ധിച്ചിരിക്കുകയാണ്. തൃക്കാക്കരയപ്പനുകളുടെ വിപണനം ഓണം കൊഴുപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. എന്നാൽ പല വീടുകളിലും പോയ വർഷങ്ങളിലെ തൃക്കാക്കരയപ്പനുകളെ ഉപയോഗിക്കുന്നത് വിപണനത്തെ ബാധിക്കുമെന്ന് കുംഭാര സമുദായ സ്ത്രീകൾ പറയുന്നു. എന്നാൽ തൃക്കാക്കരയപ്പനുകൾ ഒരു വർഷം ഉപയോഗിച്ചത് അടുത്ത വർഷം ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് ഇവരുടെ വിശ്വാസം. മണ്ണുകൊണ്ട് മെനയുന്ന തൃക്കാക്കരയപ്പൻ നമ്മുടെ ഈശ്വര സങ്കല്പങ്ങളെ പോലും നവീകരിച്ചുകൊണ്ട് പവിത്രമായ ഓണചിഹ്നമായി മാറുകയാണ്.